ഹായ് അസ്സാം വലൈക്കും സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു 1500 പേർക്കുള്ള ബിരിയാണി റെഡിയാക്കാൻ പോവാണ്. സവാളൊക്കെ തൊലി കളഞ്ഞ് റെഡിയാക്കി വെച്ച് വട്ടച്ചമ്പെല്ലാം അടുപ്പത്ത് കയറ്റി. ഇത് ജ്യേഷ്ഠനാണ്, വലിയ ജ്യേഷ്ഠൻ മെയിൻ കുക്ക്. സവാള നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കോരിയെടുത്ത് കൂടെ നമ്മുടെ കട്ടക്ക് നിൽക്കുന്ന റഫീഖ് അസിസ്റ്റൻ്റ് കുക്ക്. ദം ബിരിയാണി ബിരിയാണിയാണ് നമ്മളിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നെല്ലിക്കുന്ന് കോളേജിലേക്കാണ് നമ്മൾ സ്റ്റുഡൻസുകൾക്ക് വേണ്ടിയിട്ട് സർക്കാരിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഹായ് സുഹൃത്തുക്കളെ, ഇനിയാണ് പോരാട്ടം. വെയിലിൻ്റെ ചൂടും തീയിൻ്റെ ചൂടും നോമ്പിൻ്റെ ക്ഷീണവുമെല്ലാം തലക്ക് പിടിച്ച് ആകെ ഇരുന്നൊരു വെട്ട്. ഉള്ളി വെട്ടി തീർന്നപ്പോഴേക്കും വണ്ടിയിൽ ചിക്കൻ വന്നു. ചിക്കനെല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കി നേരെ കഴുകാനിട്ടു. ചിക്കനെല്ലാം കുളിപ്പിച്ച് കുട്ടപ്പനാക്കി അതിൻ്റെ രക്തക്കറകളെല്ലാം 3 പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകി കളഞ്ഞ് നല്ല വെള്ളം തോരാൻ വേണ്ടി കൊട്ടയിലാക്കി നിരത്തി വെച്ചു. ചിക്കൻ മസാല, ബിരിയാണി മസാല, ഗരം മസാല, ഡാൽഡ, ടൊമാറ്റോ സോസ്, അപ്പോഴേക്കും ജ്യേഷ്ഠനും കൂട്ടുകാരനും ചിക്കനെല്ലാം ചെമ്പിലാക്കി മസാല പുരട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിക്കൻ മസാല ഇട്ട് പൊരിക്കുന്നതിന് മുമ്പ് എണ്ണയിൽ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം വറുത്ത് കോരാൻ വേണ്ടി ജ്യേഷ്ഠൻ കിട്ടിയ തക്കത്തിൽ ഞാൻ ക്യാപ്സിക്കം കഴുകി വൃത്തിയാക്കി. വറുത്ത് കോരിയ ഉള്ളിയും കറിവേപ്പിലയും നന്നായി മൊരിഞ്ഞിരിക്കുന്നു.
കഴുകാൻ ബാക്കിയുള്ള ക്യാരറ്റും കഴുകി വൃത്തിയാക്കി. കല്യാണ വീടുകളിൽ ചെല്ലുമ്പോൾ അണ്ടിപ്പരിപ്പും ഉള്ളിയും വറുത്ത് കോരിയത് കാണുമ്പോൾ എന്ത് രസമാണ്. നോമ്പ് കാലമായതുകൊണ്ട് അത് പെറുക്കി തിന്നാൻ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ 3 പേരും എന്താണ് ഈ മലമറിക്കുന്നു എന്നുള്ള ഭാവത്തോടെ ബാക്കിൽ ഒരു കുട്ടിപ്പണ്ടാരി വരെ ബാക്കിലുണ്ടായിരുന്നു. അവനെല്ലാം വീക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം എണ്ണ ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നീട് എണ്ണ ചൂടായി വന്നപ്പോൾ ചിക്കൻ അതിലേക്കിട്ടു. ഒരു 4 പാത്രത്തോളം ചിക്കൻ അതിലേക്കിട്ട് ഇളക്കിയെടുത്തു, കോരിയെടുത്തു. ചിക്കനെല്ലാം വറുത്ത് കോരി പിന്നെ അരി വെള്ളത്തിലിടുന്ന തിരക്കായി. അങ്ങനെ വെള്ളമൊഴിച്ച് അരിയിൽ കുതിർക്കാൻ വെച്ചു. ഒരു 3 തവണ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി വെള്ളമെല്ലാം ഒഴിച്ച് റെഡിയാക്കി. പിന്നീട് 3-4 വട്ടം കയ്യിലിട്ട് കഴുകി വെള്ളം മാറ്റി 3 തവണ മാറ്റിക്കളഞ്ഞു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചതച്ച് റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കറിവേപ്പില എണ്ണയിലേക്കിട്ട്, ഇഞ്ചി എണ്ണയിലേക്കിട്ട് നല്ല മൂപ്പിച്ചെടുത്ത് പിന്നീട് വെളുത്തുള്ളിയും പച്ചമുളകുമെല്ലാം ചതച്ചത് ഇട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. എല്ലാ ചെമ്പിലേക്കുമുള്ള മസാല ഒന്നിച്ചാണ് ഉണ്ടാക്കുന്നത്. ഒറ്റ പാത്രത്തിൽ മസാല ഉണ്ടാക്കി മസാല പിന്നീട് മറ്റുള്ള ചെമ്പിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്.
മസാല എല്ലാം റെഡിയായി. ഇനി എല്ലാ ചെമ്പിലേക്കും മാറ്റുകയാണ്. ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ലാസ്റ്റ് മിക്സ് ചെയ്യുന്നതാണ്. മസാലയെല്ലാം റെഡിയാക്കിയതിന് ശേഷം അരി വറ്റിക്കാനുള്ള പുറപ്പാടിലാണ്. അതിലേക്ക് ക്യാപ്സിക്കനും മല്ലിച്ചപ്പും പൈനാപ്പിളും പാടെ ഇട്ട് മിക്സ് ചെയ്തു. അരി വറ്റാൻ തുടങ്ങിയിരിക്കുന്നു. അരി വറ്റിക്കഴിഞ്ഞ് ഓരോ ചെമ്പിലേക്ക് മാറ്റിയിട്ടിരിക്കുന്നു. ജ്യേഷ്ഠൻ്റെ വീട്ടുമുറ്റത്താണ് നമ്മൾ അടുപ്പുകളെല്ലാം പൂട്ടിയത്. അവിടെ ഒരു ഡാർപ്പായ വലിച്ചു കെട്ടി അതിൻ്റെ താഴെ അടുപ്പുകൾ പൂട്ടിയാണ് അവിടെയാണ് നമ്മൾ ഭക്ഷണം റെഡിയാക്കിയിരിക്കുന്നത്. അങ്ങനെ ചെമ്പുകളെല്ലാം അടുപ്പത്ത് കയറി ദമ്മിലിരിക്കുകയാണ്. ദമ്മാവാൻ വേണ്ടി 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയും പെയ്തു. വണ്ടിയിൽ കയറ്റി നേരെ കോളേജിലെത്തി കോളേജിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ കണ്ടപ്പോൾ ഒരു വീഡിയോസ് എടുക്കാൻ തോന്നി. ഈ കോളേജിലേക്കാണ് ഞങ്ങൾ ഫുഡ് ഡെലിവറി ചെയ്തത്. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെല്ലിക്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജിലേക്കാണ് ഫുഡ് ഡെലിവറി ചെയ്തത്.